ഇന്നത്തെ ലൈവ് ഞാൻ കുറച്ച് സമയം കണ്ടുകൊണ്ടിരുന്നു. ഷിയാസും ശോഭയും വന്നപ്പോൾ മുതൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ ലക്ഷ്മിയെ പോയി ഫയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ആദിലയും നൂറയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ ഷിയാസ് എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് വലിച്ചെറിയുന്നു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. ഇത്രയും മരവാഴകളായി മാറിയല്ലോ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ എന്നുള്ളതാണ്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ സീസണിൽ നിങ്ങൾ സീസൺ 5 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, രജത് കുമാർ ഗസ്റ്റായിട്ട് വരികയും അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഗസ്റ്റായിട്ട് വന്ന രജത് കുമാർ വലിയ രീതിയിൽ എല്ലാ ആൾക്കാരെയും പരിഹസിച്ചും പുച്ഛിച്ചും സംസാരിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഞാൻ കയറി ഇടപെടുകയും ഗസ്റ്റിന്റെ പണി ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ പണി ചെയ്യും, എടുത്ത് പുറത്ത് ഞാൻ കളയുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ മനഃപൂർവ്വം നാറ്റിക്കാനായി പുറപ്പെട്ട നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാ വരുന്നത്. അവൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അഖിൽ കയറി ഇടപെട്ടു. അത് അഖിലിന്റെ ക്വാളിറ്റി ആയിട്ട് തന്നെ രജിത്തേട്ടൻ പിന്നീട് പറയുകയും ചെയ്തു. രജിത്തേട്ടൻ ഞങ്ങളെ കുറ്റപ്പെടുത്താമെന്നല്ല, അദ്ദേഹത്തിന്റെ ടാസ്ക് മനോഹരമായി പെർഫോം ചെയ്യാമെന്ന ഒരാളാണ്. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. എൻ്റെ ഒപ്പം അത്രയും നാളും വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു വേദന ഉണ്ടായ സമയത്ത് ഞാൻ ആ സ്പോട്ടിൽ കയറി ഞാൻ റിയാക്ട് ചെയ്തു. ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത്, അല്ലാതെ ലിഖിതമായ നിയമത്തിലൂടെ അല്ല ഒരു ടാസ്ക് പെർഫോം ചെയ്യേണ്ടത്. ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം.